യോ ഗായ്സ്, അങ്ങനെ ഇന്ന് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ജുജുത്സു കൈസൻ സീസൺ 3യുടെ ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ ബ്രേക്ക് ഡൗണുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ യൂജി ഇത്തതുവരെ കാണിച്ചുകൊണ്ടാണ് സ്റ്റാർട്ടാവുന്നത്. അവിടെ ഒരു പൈപ്പിൽ തൻ്റെ കയ്യിലെ ചോരക്കറ കഴുകിക്കളയാൻ നോക്കുന്ന യൂജിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എത്ര കഴുകിയിട്ടും അവൻ്റെ കയ്യിലെ ചോരക്കറ പോകാതെ നിൽക്കുകയാണ്. ഇത് സുക്കണം മൂലം ഉണ്ടായ ആയിരക്കണക്കിന് കൊലകളുടെ ഉത്തരവാദി താൻ കൂടിയാണ് എന്നുള്ള അവൻ്റെ ഉള്ളിലെ കുറ്റബോധത്തെയാണ് മെറ്റഫോറിക്കലി നമുക്ക് കാണിച്ചു തരുന്നത്. ശേഷം ആ സിറ്റിയിലാകെ നിറഞ്ഞു നിൽക്കുന്ന കേസ് സ്പിരിറ്റ്സുകളെയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന യൂജിയെ നമ്മൾക്ക് കാണിച്ചു തരുന്നു. എന്നാൽ തൊട്ടടുത്ത സെക്കൻഡിൽ ഒരു കട്ടാനയുമായി യൂജിയെ കൊല്ലാൻ വരുന്ന ഒക്കോട്സുവിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നു. ശേഷം സെനിൻ ക്ലാൻ്റെ ഹൗസ് കാണിക്കുന്നു. സെനിൻ ക്ലാൻ്റെ ഹെഡായ നൗബിത്തോ മരിച്ചതിനെ തുടർന്ന് നെക്സ്റ്റ് സെനിൻ ക്ലാൻ ഹെഡ് ആരാകുമെന്നതിനെ തുടർന്നുള്ള ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ മകനായ നവോയ സെനിൻ. പോകുന്ന വഴി അയാളുടെ ക്ലാനിലുള്ള മായ സെനിൻ മരിച്ചെന്നും മാക്കി ഇപ്പോൾ മരിക്കാറായ അവസ്ഥയിലാണെന്നും അയാളോട് പറയുന്നു. പക്ഷേ നവോയ അതിനെക്കുറിച്ചൊന്നും കാര്യമാക്കുന്നില്ല. അങ്ങനെ അയാൾ മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് കയറുന്നു. അവിടെ ബാക്കി സീനിയർ മെമ്പേഴ്സും ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും താനേ അടുത്ത സെനിൻ ഹെഡ് ആവൂ എന്നറിയാവുന്ന നവോയ അവരെല്ലാം ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇതൊരു ഫൈറ്റിന് കാരണമായെങ്കിലും പെട്ടെന്ന് മീറ്റിംഗിലേക്ക് ഫുരുദാത്തെ എന്നൊരാൾ കയറി വരുന്നു. നൗബിത്തോയുടെ തീരുമാനപ്രകാരം നെക്സ്റ്റ് സെനിൻ ഹെഡായി നവോയെ തന്നെ തീരുമാനിക്കുന്നു. അതോടൊപ്പം സെനിൻ ക്ലാൻ്റെ അസറ്റ്സും ഒപ്പം ജുജുത്സു ഹൈയിലും സെനിൻ ക്ലാൻ്റെ സീക്രട്ട് വോട്ടിലും സൂക്ഷിച്ചിരിക്കുന്ന കേസ് ടൂൾസും അയാളുടേതായി പ്രഖ്യാപിക്കുന്നു. പക്ഷേ തോജി ഫുഷിഗറുമായി മുമ്പ് നടന്ന രേഖാമൂലമുള്ള കരാറിനെ അടിസ്ഥാനമാക്കി സത്തോറോ ഗോജ മരണപ്പെടുകയോ മാനസികമായ ശേഷി നഷ്ടപ്പെടുകയോ ചെയ്താൽ പകരമായി മിഗമി ഫുഷിഗുറോയെ സെനിൻ ക്ലാനിലേക്ക് വെൽക്കം ചെയ്യുകയും അദ്ദേഹത്തെ ക്ലാൻ ഹെഡായി പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നയാൾ പറയുന്നു. പക്ഷേ ഇത് നവോയെയും ആകെ ഞെട്ടിക്കുന്നു. ശേഷം അയാൾ ഈ മിഗമി ഫുഷിഗുറയെ തപ്പിയിറങ്ങുന്നു. എന്നാൽ മിഗമി സുക്കുണയുടെ വെസലായി ഇത്താദൂരെ തപ്പി നടക്കുകയാണെന്ന് അയാളുടെ അസിസ്റ്റൻ്റ് അയാളോട് പറയുന്നു. ശേഷം താൻ ഈ യൂജിയെ കൊല്ലാൻ പോവാണെന്ന് ഹൈറപ്സിനെ അറിയിക്കാൻ നവോയ തൻ്റെ ഫീമെയിൽ അസിസ്റ്റൻറ്റിനോട് പറയുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിലൂടെ മിഗമിയെ കൊല്ലുക എന്നതാണ് അയാളുടെ പദ്ധതി. ഇതേസമയം മുമ്പ് നടന്ന ഇൻസിഡൻ്റ് എല്ലാം ഓർത്ത് ഡിപ്രസ്ഡായി ഒരു സ്റ്റെപ്പിലിരിക്കുന്ന യൂജി ഇത്തതുവരെ കാണിക്കുന്നു. ശേഷം അവനെ ആശ്വസിപ്പിക്കാനായി ചോസയും അങ്ങോട്ടേക്ക് വരുന്നു. പക്ഷേ യൂജി സുക്കണ് മൂലം തൻ്റെ പവർ ഗ്രോ ചെയ്യുകയാണെന്ന് അവൻ തിരിച്ചറിയുന്നു. കൂടാതെ ചോസോ അവന് വേണമെങ്കിൽ ജുജുത്സു ഹൈയിലേക്ക് തിരിച്ചു പോകാമെന്ന് അവനോട് പറയുന്നു. എന്നാൽ യൂജി സുക്കണ മെഗമിയെ വെച്ച് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടാതെ താൻ ഒരുപാട് പേരെ കൊന്നു. അതിനാൽ തനിക്കിപ്പോൾ ആരുടെ അടുത്തേക്കും ചെല്ലാൻ സാധിക്കില്ല. കൂടാതെ ചോസയുടെ ബ്രദേഴ്സിനെ വരെ താൻ കൊന്നു എന്ന് യൂജി പറയുന്നു. എന്നാൽ അയാൾ അത് വെറും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നെന്നും അവിടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അതേ ചെയ്യുമായിരുന്നുള്ളൂ എന്നും കൂടാതെ സഹോദരങ്ങൾ തമ്മിൽ ക്ഷമിക്കണം എന്നും ചോസോ പറയുന്നു. ശേഷം അവർ ചേർന്ന് കേസുകളെ കൊല്ലാനായി പുറപ്പെടുന്നു. അങ്ങനെ യൂജി അവരുടെ പ്ലാൻ പ്രകാരം തന്നെ ചേസ് ചെയ്ത് വരുന്ന കേസുകളിൽ നിന്നും ചോസയുടെ അടുത്തേക്ക് ഓടുന്നു. അങ്ങനെ ഒരുപാട് നേരം ഓടിയ ശേഷം ഒരു അണ്ടർപാസിലേക്ക് കേസുകളെ എത്തിച്ച് യൂജി പെട്ടെന്ന് ചോസോയെ വിളിക്കുകയും അങ്ങനെ ചോസയുടെ ഒറ്റ സ്ട്രൈക്കിൽ ആ കേസുകളെല്ലാം അയാൾ പീഴ്സിംഗ് ബ്ലഡ് യൂസ് ചെയ്ത് കൊല്ലുന്നു. പക്ഷെ പെട്ടെന്ന് ചോസയെ ആക്രമിക്കാൻ മറ്റൊരു കേസ് വന്നപ്പോൾ യൂജി അതിനെ ഒറ്റ പഞ്ചിൽ കൊല്ലുന്നു. ഇത് ശ്രദ്ധിച്ച ചോസോ അവൻ്റെ പവേഴ്സിൽ മാത്രമല്ല കേസ് എനർജിയുടെ കൺട്രോളിൽ നന്നായി ഇമ്പ്രൂവ് ആയിരിക്കുന്നതും പക്ഷേ യൂജി ഫുള്ളായി റിക്കവർ ആവാതെയാണ് അവനിൽ ഇത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടായതെന്നും കണ്ട് ചോസോ എൻ്റെ അനിയൻ ഒരു ഡീമൺ ഗോഡാണെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും തന്നെ ബ്രദറായാണോ നീ കാണുന്നതെന്ന് യൂജി അയാളോട് ചോദിക്കുന്നു. ചോസോ അതേ എന്നും അവൻ്റെ അച്ഛൻ്റെ നെറ്റിയിൽ സ്റ്റിച്ചസിൻ്റെ പാടുകൾ ഉള്ളതായി ഓർക്കുന്നുണ്ടോ എന്നും ചോസോ അവനോട് ചോദിക്കവേ പെട്ടെന്ന് നവോയ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. മിഗമി എവിടെയെന്ന് അയാൾ അന്വേഷിക്കുന്നു. അവർ പെട്ടെന്ന് അയാളെ കണ്ട് ഞെട്ടുന്നു. അവൻ ഇതുവരെയും യൂജിയെ കണ്ടുപിടിച്ചില്ലേ എന്ന് കണ്ട് നവോയെ ആശ്ചര്യപ്പെടുന്നു. ശേഷം നിങ്ങളെന്താ ഓടുന്നില്ലേ എന്ന് അവരോട് ചോദിക്കുന്നു. ഇത് കേട്ട് സംശയിച്ച് അവരോട് നവോയ ഗോജോയെ സീൽ ചെയ്തതിനാൽ യൂജി ഇപ്പോൾ എക്സിക്യൂഷന് വിധിച്ചിരിക്കുകയാണെന്ന് അവരോട് പറയുന്നു. അപ്പോൾ ഗോജോ സെൻസ് കാരണം ഒരുപാട് സോഴ്സേഴ്സ് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പണ്ട് ഇനോ തന്നോട് പറഞ്ഞത് ഇത്താദൂരി ഓർക്കുന്നു. ശേഷം നവോയ എനിക്ക് നീ ജീവിച്ചാലും മരിച്ചാലും ഒരു വിഷയമില്ല, എനിക്ക് വേണ്ടത് മെഗുമിയാണ്. എന്നാൽ നിങ്ങളെ അങ്ങനെ വെറുതെ വിടാനും പറ്റില്ല, അതുകൂടെ നിൻ്റെ കാലൊടിച്ച് തന്നെ നമുക്ക് തുടങ്ങാം എന്ന് അയാൾ പറയുന്നു. പക്ഷേ യൂജി മെഗുമി എന്തിനാണ് അവൻ ആവശ്യമെന്ന് ചോദിക്കുന്നു. അപ്പോൾ നവോയ അവനെക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിപ്പിച്ച ശേഷം അവനെ കൊല്ലാനാണെന്ന് പറയുന്നു. പക്ഷേ അവനിപ്പോൾ നിന്നെ അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞ നവോയ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്ന് ഇരുവരെയും അടിച്ച് വീഴ്ത്തുന്നു. അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നവോയുടെ ടെക്നിക്ക് മൂലം അയാൾ വളരെ ഫാസ്റ്റാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. എന്നാൽ നവോയ അവർ അയാൾ വിചാരിച്ചതിലും ടഫാണെന്ന് കാണുന്നു. അടുത്ത തവണ താൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആവണമെന്ന് അയാൾ തീരുമാനിക്കുന്നു. എന്നാൽ പെട്ടെന്ന് അവിടെ ഒരു മാസീവ് കേസ് എനർജി വന്ന് നിറയുന്നു. ഈ കേസ് എനർജി ഇത് ഗോജോ സെൻസെയാണോ? അല്ല, ഇത് അതിലും ക്രീപ്പിയായ ഒരാളുടെയാണ്. പെട്ടെന്ന് അവർ മൂന്ന് തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ അവിടെ ഒരു ബിൽഡിങ്ങിന് മുകളിലായി യൂത്ത ഒക്കോട്സു തൻ്റെ കട്ടാനയും എടുത്ത് നിൽക്കുന്നു. അപ്പോൾ യൂത്ത യൂജി ഒറ്റയ്ക്കല്ലല്ലോ എന്ന് കണ്ട് അവർ ഇരുവരും ആരാണെന്ന് ആശ്ചര്യപ്പെടുന്നു. ശേഷം യൂത്ത ആരാണ് ഇത്താദുരി അല്ലാതെ മറ്റു രണ്ടുപേരെന്ന് ചോദിക്കുന്നു. അതേസമയം അയാൾ ചാടി സൈഡിൽ വന്ന് നിൽക്കവേ അയാളുടെ കേസ് എനർജി മൂലം ആ റോഡ് മുഴുവൻ തന്നെ നശിച്ചു പോകുന്നു. എന്നാൽ നവോയ പെട്ടെന്ന് ഒന്ന് നിൽക്കണേ, നമ്മളെല്ലാം ഒരേ സൈഡില്ല, നിന്നെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്,
നീ ഒക്കോട്സും അല്ലേ? അത് കേട്ടപ്പോൾ യൂജി, മെഗുമി തന്നോട് പണ്ട് പറഞ്ഞ സെക്കൻഡ് ഇയർ ആയ യൂത്ത ഒക്കോട്സും ആണതെന്ന് അവന് മനസ്സിലാകുന്നു. ഗോജോയെ പോലെ ഒരു സ്പെഷ്യൽ ഗ്രേഡ് സോഴ്സറാണ് അയാളെന്നും അവന് മനസ്സിലാകുന്നു. അതിന് നീ ആരെന്ന് യൂത്ത ചോദിച്ചപ്പോൾ, എന്നെ മനസ്സിലായില്ലേ, ഞാനാണ് നവോയ സെനിൻ, മാക്കിയുടെ കസിൻ എന്ന് അയാൾ പറയുന്നു. ശേഷം ഒക്കോട്സ് യൂജിയെ കൊല്ലാൻ വന്നതാണെന്ന് അയാൾക്കറിയാമെന്നും ഞാനും അതിന് തന്നെ വന്നതാണെന്നും അയാൾ പറയുന്നു. ഇതിൻ്റെ ഇടയിൽ ചോസോ യൂജിയോട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. നവോയി ഒരു സ്പീഡ് ടൈപ്പ് സോഴ്സർ ആയതുകൊണ്ട് അയാളെ ഞാൻ നേരിട്ടോളാം, അതേസമയം നീ യൂത്തയുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് ചോസോ അവനോട് ആവശ്യപ്പെടുന്നു. കാരണം ഗോജയുടെ ലെവൽ ഓഫ് പവർഫുള്ളാണ് യൂത്ത, അതിനാൽ അവനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുതെന്ന് ചോസോ അവനോട് ഉറപ്പിക്കുന്നു. അതേസമയം നവോയ താൻ യൂജിയെ കൊല്ലുന്നതിൽ നിന്നും പിന്മാറാം, പകരമായി അവനെ കൊന്നതിന് ശേഷം ഹൈറബ്സിനോട് റിപ്പോർട്ട് ചെയ്യാതെ ഇരിക്കാമോ എന്ന് അയാൾ ആവശ്യപ്പെടുന്നു. പക്ഷേ മെഗുമിയുടെ കാര്യം അയാൾ മനഃപൂർവ്വം അയാളോട് പറയുന്നില്ല, പറഞ്ഞാൽ അത് സീനാകുമെന്ന് നവോയയ്ക്ക് അറിയാമായിരുന്നു. എന്നിരുന്നാലും യൂത്ത ആ ഡീൽ സമ്മതിക്കുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ യൂജി അവിടെ നിന്ന് ഓടുന്നു. ഒപ്പം ചോസോ തൻ്റെ പവറിന് യൂസ് ചെയ്യുന്നു. ചോസോ യൂത്തയ്ക്ക് മുന്നേ ആ ബിൽഡിംഗ് നശിപ്പിച്ച് യൂജിയെ രക്ഷിക്കാമെന്ന് വിചാരിച്ചെങ്കിലും നവോയെ അത് തടസ്സപ്പെടുത്തുന്നു. ശേഷം അയാൾ വന്ന് അവൻ്റെ ടെക്നിക്കിനെ പറ്റി ചോദിക്കുന്നു. പേഴ്സിംഗ് ബ്ലേഡ് നിനക്ക് യൂസ് ചെയ്യുന്നതിന് ഒരുപാട് സമയം വേണ്ടിവരും, അതുകൊണ്ട് നീ എന്തായാലും ഇവിടെ എൻ്റെ കൈകൊണ്ട് മരിക്കും എന്ന് നവോയ പറയുന്നു. പക്ഷേ നീയാണിപ്പോൾ മരിക്കാൻ പോകുന്നതെന്ന് ചോസോ പറയുന്നു. ശേഷം എപ്പിസോഡിൻ്റെ തുടക്കം കാണിച്ച് യൂത്ത വേഴ്സസ് യൂജി ഫൈറ്റിൻ്റെ ബാക്കി കാണിക്കുന്നു. അവർ തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നടക്കുന്നു. യൂത്ത എത്ര വിചാരിച്ചിട്ടും യൂജി അറ്റാക്ക് ചെയ്യാൻ കഴിയാതെ അവൻ വഴുതി പോകുന്നത് കണ്ട് അവൻ മാക്കിയെ പോലെ ഫിസിക്കലി ടാലൻറ്റഡ് ആണെന്ന് കാണുന്നു. ശേഷം ഒക്കോട്സു, താൻ ഒരിക്കലും ഒരു പവർ ടൈപ്പ് അല്ല, ശരിക്കും ഞാൻ വളരെ വീക്കാണ്. എന്നിരുന്നാലും അവൻ്റെ കേസ് എനർജി വളരെ മാസീവാണെന്ന് യൂജി തിരിച്ചറിയുന്നു. അതുകൊണ്ട് അയാൾ കേസ് എനർജി യൂസ് ചെയ്ത് ആ കുറവ് ഫിൽ ചെയ്യുകയാണെന്ന് യൂജി മനസ്സിലാക്കുന്നു. കൂടാതെ അയാൾ തൻ്റെ നേരെ ഓപ്പോസിറ്റ് ടൈപ്പ് സോഴ്സറാണെന്ന് അവൻ തിരിച്ചറിയുന്നു. ശേഷം യൂത്ത പറയുന്നു, നീ നേരത്തെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഗോജോ സെൻസേക്കാളും കേസ് എനർജിയുണ്ട്. പക്ഷേ അയാളുടെ 6 eyes മൂലം എന്നേക്കാൾ നന്നായി അത് യൂസ് ചെയ്യാൻ അയാൾക്കറിയാം, പക്ഷേ ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് യൂത്ത വീണ്ടും ഫൈറ്റ് തുടരുന്നു. അതേസമയം യൂജി ടോഡോ തന്നോട് പറഞ്ഞതുപോലെ സോഴ്സറേഴ്സ് എത്ര ബെറ്റർ ആയിരിക്കുന്നോ അത്രയും പാടാണ് അവരുടെ മൂവ്മെൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന കാര്യം അവൻ ഓർക്കുന്നു. പക്ഷേ യൂത്തയുടെ കേസ് എനർജി കോൺസ്റ്റൻ്റ്ലി ഗ്രോ ചെയ്യുകയാണെന്നും അയാളുമായുള്ള ഓരോ കോൺടാക്റ്റും വളരെ റിസ്ക് ആണെന്നും യൂജി മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോൾ പെട്ടെന്ന് അവൻ നനാമി ഓർക്കുന്നു. അയാൾക്ക് അവൻ വാക്ക് കൊടുത്തുപോലെ താൻ മരിക്കാതെ പിടിച്ചു നിൽക്കുമെന്ന് യൂജി തീരുമാനിക്കുന്നു. അങ്ങനെ ഫൈറ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കെ യൂജിക്ക് ഒരു SUVയിൽ നിന്ന് ഒരു നൈഫ് കിട്ടുന്നു. അങ്ങനെ അവനോട് പണ്ട് ഗോജോ സെൻസ് കേസ് ടൂളുകളെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുത്ത് യൂജി ആ നൈഫ് ഒരു കേസ് ടൂളാക്കി യൂത്തയുടെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷേ ഗോജോ ആ ടെക്നിക്ക് അവനെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും യൂജി ഒക്കോട്സുവിൻ്റെ കട്ടാനയിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്തിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി യൂത്ത അവനെ ചവിട്ടി വീഴ്ത്തുന്നു. ഒപ്പം അവൻ്റെ നൈഫും തകർത്ത് അവനൊരു സീരിയസ് ഇഞ്ചുറി തന്നെ വരുത്തുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് യൂജി അവൻ്റെ കട്ടാന ചവിട്ടി ഒടിച്ചു കളയുകയും വീണ്ടും അവിടുന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ യൂത്തയ്ക്ക് മനസ്സിലാകുന്നു, അവനും എന്നെപ്പോലെ ഗോജോ സെൻസയുടെ സ്റ്റുഡൻ്റാണ്, അതുകൊണ്ട് അവനെ അത്ര ഈസിയായി ഡീൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് കണ്ട് യൂത്ത വേറെ വഴിയില്ലാതെ റിക്കായി വിളിക്കുന്നു. പെട്ടെന്ന് യൂജി ഓടിക്കൊണ്ടിരിക്കെ 2 കൈകൾ വന്ന് അവനെ മുറുകെ പിടിക്കുന്നു. യൂജിക്ക് അനങ്ങാൻ കഴിയാതെ അവരിത് എന്താണെന്ന് ആശ്ചര്യപ്പെടുന്നു. പെട്ടെന്ന് റിക്ക, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് യൂത്ത വന്ന്, ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ കളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. ശേഷം അവനെ അനങ്ങാതെ പിടിക്കാൻ റിക്കയോട് പറഞ്ഞിട്ട് യൂത്ത വന്ന് യൂജിയോട് ക്ഷമ ചോദിച്ച ശേഷം അവനെ കൊല്ലുന്നു. അങ്ങനെ എപ്പിസോഡ് 1 അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ കമൻറ്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ എപ്പിസോഡുമായി ഞാൻ നാളെ വരെ. അതുവരെയും ടേക്ക് കെയർ.